അങ്ങനെ പറഞ്ഞു ഓണാവാറായല്ലേ. ഞങ്ങള് ലാസ്റ്റ് മിനിറ്റ് ഹറിബറിയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ ഡ്രസ്സ് എടുക്കാൻ പോവാന്ന് വിചാരിച്ചു. കാരണം കുഞ്ഞാവേനെ വീട്ടിലാക്കിയിട്ട് പോകുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കുള്ള ഡ്രസ്സ് ഒരു ദിവസം തന്നെ എടുക്കാന്നുള്ളത് പോസിബിൾ അല്ല. അപ്പം ഓരോ ദിവസമായിട്ട് കുറച്ച് പർച്ചേസ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് എനിക്കും ഏട്ടനും വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. ഞങ്ങൾ പയ്യന്നൂർ മാക്സിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇത്തവണത്തെ ഓണത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഞങ്ങളുടെ കുഞ്ഞാവയുടെ കോടി ഓണമാണ്. ഓണം എന്ന് പറയുമ്പോൾ പൊതുവേ ട്രഡീഷണൽ ആയിട്ടുള്ള സാരീസ്, കുർത്താസ് അല്ലെങ്കിൽ സ്കേർട്ട് ആൻഡ് ടോപ്പ് അങ്ങനെയൊക്കെയാണല്ലോ പൊതുവേ പർച്ചേസ് ചെയ്യുക. പക്ഷെ ഇത്തവണ എന്തെങ്കിലും വെറൈറ്റി പിടിക്കാന്ന് ഏട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ അത്ര വെറൈറ്റി അല്ലെങ്കിലും ഈ ഒരു കോഡ് സെറ്റ് ടൈപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇതായിരുന്നു ഞാൻ ആദ്യം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് അങ്ങോട്ടേക്ക് മാച്ചായി പോവാത്ത പോലെ തോന്നി എനിക്ക്. സെക്കൻഡ് ഞാൻ ഈ ഒരു കോഡ് സെറ്റ് ആണ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതാകുമ്പോൾ ഫീഡിങ് ഫ്രണ്ട്ലിയും കൂടിയാണല്ലോ. ഇപ്പൊ പിന്നെ ഡ്രസ്സ് എടുക്കുമ്പോൾ അതാണല്ലോ ഫസ്റ്റ് പ്രയോറിറ്റി. നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ആദ്യം നോക്കും. ഞങ്ങൾ രണ്ടുപേരും ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരല്ല കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും മാത്രമാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറിൽ ഞങ്ങളുടെ ഡ്രസ് ഷോപ്പിംഗ് പരിപാടിയൊക്കെ കഴിയാറുണ്ട്. എന്താ കണ്ടില്ലേ, ട്രയൽ റൂമിൽ പോകാനുള്ള സമയം പോലും നമ്മൾ വേസ്റ്റ് ആക്കാറില്ല. പക്ഷേ ഈ ഷർട്ടല്ല കേട്ടോ നമ്മൾ എടുത്തത്, വേറൊരു ഷർട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ഡ്രസ്സ് എടുത്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്കും ഏട്ടൻ്റെ വീട്ടിലേക്കുമാണ് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ വണ്ടി ഞാൻ എടുക്കുന്നതുകൊണ്ട് തന്നെ ഏട്ടനെ ബസ് കയറ്റി വിടാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് പോയി. ഞാൻ ഏട്ടനെ ടാറ്റയൊക്കെ പറഞ്ഞ് ഞാൻ വണ്ടി എടുത്ത് നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ അടുത്തൊരു പാർട്ട് ഓഫ് ഓണം ഷോപ്പിംഗ് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.